അപ്പോൾ ഇതാണ് ഗ്രീൻ പീസ് മസാല. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മളൊരു ഗ്രീൻ പീസ് മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 സ്പൂൺ നെയ്യ്, നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, ഏകദേശം ഒരു സ്പൂണോളം പെരിഞ്ജീരകം ഇടുക. അത് കഴിഞ്ഞാൽ ഒരു 2-3 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഇടുക. ഒന്നിളക്കുക. അതിലേക്ക് ഒരു തണ്ട് വേപ്പില കൂടി ഇടും. പിന്നീട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞു. സവോള നന്നായി മൂത്ത് വരണം. നന്നായി മൂത്ത് വരാൻ ഒരു ട്രാൻസ്പെറൻ്റ് അവസ്ഥയിലേക്ക് വെച്ചാൽ മതി. ബ്രൗൺ കളറിലേക്ക് വെക്കണം. മൂത്ത് കഴിഞ്ഞാൽ ഒരു മണം വരും. അപ്പം അതിങ്ങനെ നെയ്യിൽ ചൂടാകുമ്പോൾ അതിങ്ങനെ വിട്ട് വരും. സവോള ആദ്യം കട്ടിക്കിടന്നെല്ലാം അങ്ങനെ വിട്ട് വരും. അത് വിട്ട് വരുമ്പോൾ ഒരു സ്പൂണ് ഉപ്പ്, ഒന്നുകൂടി എളുപ്പത്തിൽ വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. ഇപ്പം ഏതായാലും ഒരു സ്പൂണ് ഉപ്പ്. ഉപ്പ് ചേർത്ത് സവോള ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് കളറിലേക്ക് വരണം. അപ്പം മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടികളിടാം. ഇത് കുറച്ചധികം പൊടികളുണ്ട്. സാധാരണ കറികളിൽ ഉണ്ടാക്കുന്നതിന് പോലെ കുറഞ്ഞ പൊടികളോ കാര്യങ്ങളോ ഉപയോഗിച്ചല്ല, കുറച്ചധികം പൊടികളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പൊടികളിടുമ്പോൾ കുറേശ്ശെ ഇട്ടാൽ മതി. ആദ്യം വേണ്ടത് മഞ്ഞൾപ്പൊടി. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് ഗരം മസാല, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി. ഇതൊരു കളറും ഇതൊക്കെ ഇടാനായിട്ടാണ്. കശ്മീരി മുളക് പൊടിയാണ്. ഒരു 1.5 സ്പൂൺ ചിക്കൻ മസാല, ആ പൊടികളുടെ പച്ചമണം അറിയാവുന്ന എന്താ പറയുക, മൂത്ത് വരാനായിട്ട് ഇളക്കി.
ഈ പുക നിങ്ങൾ നോക്കണ്ട, ഇതിൽ നെയ്യ് ഒഴിച്ചതുകൊണ്ടാണ് ആ പുക. എണ്ണയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയധികം പുക ഒരു മൺചട്ടിയിൽ നിന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നെയ്യ് ഒഴിച്ച് ഈ പുക കുറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച ശേഷം അതൊന്ന് ചട്ടിയിലൊന്ന് ചുറ്റിക്കും. ചട്ടിയുടെ എല്ലാ ഭാഗത്തും പിരളുന്ന രീതിയിൽ ആ നെയ്യൊന്ന് ചുറ്റിച്ചു കഴിഞ്ഞാൽ ഈ പുകയുടെ അളവ് കുറയും. ഇത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് വെള്ളം, ഇതൊന്ന് തിളച്ച് വരണം. അതിനു വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. 2-3 മിനിറ്റ് ഇടുമ്പോഴേക്കും അത് തിളയ്ക്കാം. ഇത് നന്നായി തിളച്ചു. ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഗ്രീൻ പീസും അതുപോലെ ഉരുളക്കിഴങ്ങും ഇട്ടു. ഇത് ഞാൻ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു 3 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ള ഗ്രീൻ പീസും 2 ഉരുളക്കിഴങ്ങുമാണ്. ഇത് കുക്ക് ചെയ്യാനായിട്ട് 1/2 സ്പൂണോളം ഉപ്പ്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഇത്രയുമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഒരു 3-4 വിസിലാകുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വരും. ഒന്ന് ഇളക്കി ആ ഉള്ളിയൊക്കെ എല്ലാ സ്ഥലത്തേക്കും ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് നോക്കാം. ഇനി നമ്മൾ ഉപ്പിടുമ്പോൾ വീണ്ടും അടച്ചു വെച്ച് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. 2 മിനിറ്റ് മതി. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചിരകും. ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് 1 സ്പൂണ് ജീരകവും 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂണ് ഉപ്പുമാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു അരമുറിയുടെ അരമുറി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്നത് തേങ്ങ തന്നെയായിരിക്കണം. നിങ്ങൾ അതേ വലുപ്പത്തിൽ തേങ്ങയായിരിക്കും നിങ്ങൾ എടുക്കേണ്ടതെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരമുറി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളെടുക്കുന്ന തേങ്ങ ചെറുതാണെങ്കിൽ 1 മുറിയുടെ വലുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു കപ്പ് തേങ്ങ, അതായിരിക്കും കുറച്ചുകൂടി ഇതാകുന്ന കാര്യം. അത് അരച്ച് ഒഴിച്ച് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ജാറൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ഇതിലേക്ക് ഇടും. അപ്പോൾ കുറച്ചുകൂടി ആ വെള്ളവും തേങ്ങയുടെ ഇതും കൂടിയിട്ട് ഇതിനകത്തേക്ക് പറ്റും. നന്നായി ഒന്ന് ഇളക്കുക. അതേപോലെ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അധികം നേരം ഇത് തിളപ്പിക്കരുത്. ഒന്ന് തിള വന്നു തുടങ്ങാനേ പാടുള്ളൂ. നന്നായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കുമ്പോഴേക്കും അത് തിള വന്നു തുടങ്ങും. നിർത്തുമ്പോഴേക്കും അത് തിള വന്നു തുടങ്ങും. കാരണം ഇതൊരു മൺചട്ടിയാണ്, അപ്പോൾ നമുക്ക് ചൂടുണ്ടാവും. തിള വന്നു തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 2 മുളക് അരിഞ്ഞത്, ഒരു എതിർ വേപ്പിലയും ഇട്ട് കൊടുക്കും.
തീ ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിനകത്തേക്ക് 1 സ്പൂണ് നെയ്യ്, ഉടൻ തന്നെ അതടച്ചു. ഇത്രയാണ് ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്.